ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇതുണ്ടാക്കാനായിട്ട് ചിക്കനോ മട്ടനോ ബീഫോ മീനോ ഒന്നും നമ്മൾക്ക് ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 പൊട്ടാറ്റോ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. മിക്സിയിലടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഒട്ടലായിരിക്കും. അപ്പോൾ നമ്മൾക്കിത് ശരിക്കും കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഉരുളക്കിഴങ്ങെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏതാണ്ട് മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 4 അല്ലി വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മൾ ഇതിനകത്ത് വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്ന മുളക് പൊടിയുടെ എരിവ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നാരങ്ങാനീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ അരച്ചെടുക്കുക. വെളുത്തുള്ളിയെല്ലാം നല്ല പോലെ അരഞ്ഞു കിട്ടണം. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് മുട്ട ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി വേണ്ടത് സവാള പൊടിയായിട്ട് എരിഞ്ഞതാണ്. ഞാനിവിടെ 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം പൊടിയായിട്ട് എരിഞ്ഞത്, അതും 1/2 കപ്പ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കോൺസ്റ്റാർച്ച് ആണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ കൂടുതലോ കുറവോ ആയിരിക്കും വേണ്ടി വരിക. അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കോൺസ്റ്റാർച്ച് ഇല്ല എങ്കിൽ കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി. ഇത് കൈവച്ച് കുഴയ്ക്കുമ്പോഴാണ് അതിൻ്റെ പാകം കറക്റ്റായിട്ട് അറിയുള്ളൂ. നമ്മൾ ഇതിനകത്തേക്ക് ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതുകൊണ്ട് തന്നെ ഇനി ഇത് തീരെ ഒട്ടിപ്പിടിക്കില്ല. സർക്കിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. എല്ലാം ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ആദ്യമേ തന്നെ ബ്രെഡ് ക്രംസ് ആണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടെ നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പം ആദ്യമേ തന്നെ ഇതിനകത്ത് മുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു മുട്ടയൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുട്ടയ്ക്കകത്ത് മുക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നമ്മൾക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് തീരെ പൊട്ടിപ്പോകത്തുമില്ല. എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ സ്നാക്കും ഇതേപോലെ തന്നെ മുക്കിയെടുക്കുക. ഇനി ഞാനിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ വറക്കുന്ന അതേപോലെ തന്നെ വറുത്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2-3 ട്രിപ്പായിട്ട് നിങ്ങൾക്ക് വറുത്തെടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. കട്ട്ലേറ്റിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. 2 ഉരുളക്കിഴങ്ങാണ് നമ്മൾ ആകെ എടുത്തത്. എന്നാൽ പോലും ഇത് കുറേ ഉണ്ടായിരിക്കും. ചെറിയ ചൂടിൽ കഴിക്കാനാണ് ഏറ്റവും അധികം ടേസ്റ്റ്. ഇനി ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്